നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 572 572. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 572. 63-ാം സർഗം ലീലാകാണ്ഡത്തിലെ വേണുഗാനം എന്ന പ്രശസ്തമായ ഗാംഭീര്യമായ ഗരിമയുള്ള അഗാധമായ അർത്ഥതലങ്ങളുള്ള ഒരു അധ്യായത്തിൽ കൂടെ സർഗത്തിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ 18-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞത്. സാധാരണ ഈ ശ്ലോകങ്ങൾ ഒന്നില്ലെങ്കിൽ ഈ ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ 2 വരി ശ്ലോകങ്ങളില്ല, എല്ലാം 4 വരിയാണ്. പക്ഷേ ഈ 4 വരി ഇരട്ടിച്ച് 8 വരി ആവണമെന്നുണ്ട്, 6 വരി ആവണമെന്നുണ്ട്. ഇത് മുഴുവൻ 8 വരിയാണ്. അത്രയും ഭാവങ്ങൾ ഇതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 18-ാമത്തെ ശ്ലോകം എന്തായിരുന്നു ഇന്നലെ പറഞ്ഞത്? എന്നും മൂഢപ്രകൃതികൾ ഇതാ വേണുവിൻ ഒച്ച കേട്ടേ വന്ന് ഈ മാൻപേടകൾ മരകഥശ്യാമനെ തന്നെ അമ്പാൾ തൻ നീണ്ടിയിടും കരിമിഴികളാൽ കൃഷ്ണസാരങ്ങളോടും വന്ദിക്കുന്നു വരചരിതമാണോർക്കിൽ ഈ വർഗമെല്ലാം. അതായത് മാനുകൾ കൂട്ടം കൂട്ടമായി ഈ വേണുഗാനം കേട്ട് അവരവരുടെ ഇരുചേരുവികൾ കൂർപ്പിച്ച് ഭഗവാന്റെ ഓടക്കുഴലിൽ നിന്ന് കേൾക്കുന്ന ഹ്രീം എന്ന കാമരാജ മന്ത്രധ്വനിയിൽ ആകൃഷ്ടരായി അവരൊക്കെ ദേവന്മാരോ ഋഷീശ്വരന്മാരോ ആണോ എന്ന നിലയിൽ തപസ് ചെയ്യുന്ന പോലെ അവർ എന്ത് ചെയ്യുന്നത്? സ്തബ്ധരായിട്ട് നോക്കി നിൽക്കുകയാണ്. വന്ദിക്കുന്നു വരചരിതമാണോർക്കിൽ ഈ വർഗമെല്ലാം. അനുഗ്രഹം കിട്ടിയിട്ടുള്ളവരാണെന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾക്ക് 19-ാമത്തെ ശ്ലോകം നോക്കാം. ഇതിൽ 28 19-ഉം 9-ഉം 28 ശ്ലോകമാണ് തോന്നുന്നു. ഒക്കെ 8 വരിയാണ്. നോക്കാം. മീൻ ചേലേന്തും മിഴികൾ നിറയെ കൃഷ്ണരൂപത്തെ ഉണ്ടും. രൂപത്തെ ഉണ്ടും എന്ന് പറഞ്ഞാൽ രൂപത്തെ കണ്ടുകൊണ്ടേന്ന് അർത്ഥം. മീൻ ചേലേന്തും, മീൻ കണ്ണിമാൽ, മീനിൻ്റെ കണ്ണ് കാണാൻ വളരെ രസമാണ്. അപ്പം മീൻ ചേലേന്തും മിഴികൾ നിറയെ കൃഷ്ണരൂപത്തെ ഉണ്ടും തേൻ ചോർന്നീടും മധുരമുരളി ഗീതികാതൽ നുകർന്നും ഗീതി കാതാൽ നുകർന്നും. കൂട്ടക്ഷരാവുകാരൻ എനിക്ക് അർത്ഥം കിട്ടിയില്ല, അപ്പം കിട്ടി. ഗീതി കാതാൽ നുകർന്നും നെഞ്ചിൽ കാമം പെരുകി അരികിൽ കാന്തർ തൊട്ടോതിയാലും പൂഞ്ചേലക്കുത്തഴിവതറിയും നീലവിൺമങ്കമാരും. നോക്കൂ, ഈ വേണുനാദത്തിൽ മനസ്സ് വെച്ചാൽ പലവർക്കും പ്രജ്ഞനഷ്ടം വരണമെന്നർത്ഥം. അതായത് ലൗകിക പ്രജ്ഞ നഷ്ടം വന്ന് ആധ്യാത്മിക പ്രജ്ഞയിലേക്ക് പോകണം. അപ്പോൾ അത് ഞാൻ ഓരോന്നായിട്ട് ഇവിടെ പറയാം. ഒന്ന്, മീൻ ചേലേന്തും മിഴികൾ നിറയെ കൃഷ്ണരൂപത്തെയുണ്ടും. കൃഷ്ണനെ നോക്കി ആസ്വദിക്കുകയാണ്. തേൻ ചോർന്നീടും മധുരമുരളി ഗീതി കാതാൽ നുകർന്നും. സ്വന്തം കാതുകൊണ്ട് ഭഗവാന്റെ സപ്തസ്വരങ്ങളാൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള കീർത്തനങ്ങൾ കാതാൽ നുകർന്നും നെഞ്ചിൽ കാമം പെരുകി അരികിൽ കാന്തർ തൊട്ടോതിയാലും. അതായത് പുരുഷന്മാരെ കാമാഗ്നിയിൽ കുടുങ്ങി തൻ്റെ കൺസോർട്ടിനെ തൊട്ടാലും അവരറിയണില്ല എന്ന്. ഇപ്പം എന്താ ഇനി പറയാം? ഇതിനേക്കാളും മീതെന്താ പറയുക? നെഞ്ചിൽ കാമം പെരുകി അരികിൽ കാന്തർ തൊട്ടോതിയാലും പൂഞ്ചേല കൊത്തഴിവതറിയും നീലവിൺമങ്കമാരും. ദേവസ്ത്രീകളുടെ
ആടയാഭരണങ്ങൾ ഊരിപ്പോയാൽ അവരറിയണില്ല. അവർ മുകളിൽ നിന്ന് എന്താ നോക്കിക്കൊണ്ടിരിക്കണത്? ഈ ഗാനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊന്നോമൽ പൂങ്കുഴൽ വിളികളാൽ കാതുകൂർപ്പിച്ചു കൊണ്ടേ വന്നിടുന്നു സുധ അതു നുകർന്നിടുവാൻ പൈക്കളെല്ലാം. പൈക്കളെ തൊഴുത്തിൽ കെട്ടിയവരും കെട്ടാത്തവരൊക്കെ അവിടെ വന്നു. എന്നിട്ട് എന്താ ചെയ്യണത്? പൊന്നോമൽ പൂങ്കുഴൽ വിളികളാൽ കാതു കൂർപ്പിച്ചുകൊണ്ട്. ഈ പശുക്കൾ കാതു കൂർപ്പിക്കണതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. വന്നിടുന്നു സുധ അത് ഈ പുല്ലാങ്കുഴൽ നിന്ന് എന്താ പറയുക, നിർഗമിക്കുന്ന ശബ്ദം അമൃത സമാനമായിട്ടാണ് ആര് കണക്കാക്കണത്? ഈ ഗോകുലത്തിലത്തെ പശുക്കളെ. വന്നിടുന്നു സുധ അതു നുകർന്നിടുവാൻ പൈകളെല്ലാം കണ്ണിൻ കൂട്ടം കവിളിൽ നിറയെ പോലൊലിപ്പിച്ചു. കവിളിൽ നിറയെ പാലൊലിപ്പിച്ചു, നിറയെ പോലൊലിപ്പിച്ചു. അതായത് അവർ ഈ പുല്ല് ചെന്നിട്ട് അയവറുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പതിയുണ്ട്. ഒലിപ്പിച്ചു. കണ്ണൻ മുന്നിൽ ചെന്നങ്ങരികിൽ മുഖവും പൊക്കി നിൽക്കുന്നു ധന്യം. കൃഷ്ണൻ്റെ അടുത്ത് പോയിട്ട് കഴുത്ത് ഇങ്ങനെ പൊന്തിച്ച് നിൽക്കുക. എന്തിനു വേണ്ടി? ഭഗവാൻ അവരുടെ താടയിൽ തടവാൻ വേണ്ടിയിട്ട്. പശുക്കൾക്ക് ഏറ്റവും ആനന്ദം കിട്ടുന്നതാണ്. എത്ര പരുക്കൻ സ്വഭാവക്കാരാണെങ്കിലും വരുതിയിൽ വരുത്താൻ അവരുടെ താട ഒന്ന് തടവി കൊടുത്താൽ മതി. വൃന്ദാരണ്യദ്രുമതതിയിലെ പക്ഷിവൃന്ദങ്ങൾ. ആ വൃന്ദാവനത്തിൽ ആരണ്യത്തിലുള്ള പക്ഷിക്കൂട്ടങ്ങൾ, പക്ഷിവൃന്ദങ്ങൾ ഏതോ വന്യന്മാരാംബരമുനികളാം. വൃന്ദാവനത്തിലെ നാലുപാടുള്ള വൃക്ഷങ്ങളിൽ ഇരിക്കുന്ന പക്ഷികളൊക്കെ മുനിമാരെ പോലെ മോഹന്മാരായിട്ടിരിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷിവൃന്ദങ്ങൾ ഏതോ വന്ധ്യന്മാരാംബരമുനികളാം. കൃഷ്ണനെ തന്നെ നേരിൽ നന്നായി നോക്കി കുഴൽ വിളി നുകർന്ന് അന്യശബ്ദങ്ങൾ വിട്ടേ. വേറൊരു ശബ്ദം അവർക്ക് കേൾക്കണില്ല. ഭഗവാന്റെ ഓടക്കുഴലിൽ നിന്ന് വരുന്ന ശ്രുതിമധുരമായ ഗാനങ്ങൾ മാത്രം. ഹ്രീം എന്നുള്ള കാമരാജമന്ത്രം കേട്ടിട്ട് അവർ സമാധിയിൽ പോയി എന്നാണ്. അപ്പോൾ വന്ധ്യന്മാരാംബരമുനികളാം കൃഷ്ണനെ തന്നെ നേരിൽ നന്നായി നോക്കി കുഴൽ വിളി നുകർന്ന് അന്യശബ്ദങ്ങൾ വിട്ടേ മിന്നിടുന്നു മിഴികൾ. മിഴികൾ അവിടെ മിന്നിടുന്നു എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടില്ല. മിന്നിടുന്നു മിഴികളടയേ, കണ്ണുകൾ ചീമ്പിയിട്ട്. ചെന്തളിർ കൊമ്പിലെങ്ങും വൃക്ഷങ്ങളുടെ പുതിയ കൊമ്പുകൾ പൊടിഞ്ഞു വരുന്ന അതിൽ ഇരുന്നിട്ട് അവരെ കണ്ണടച്ച് ഈ വേണുഗാനം ആസ്വദിക്കണമെന്നാണ് പറഞ്ഞത്. ഓളം തള്ളും പുഴ, കാറ്റത്ത് തിരമാലകളൊക്കെ ഉണ്ടാവും. ഓളം തള്ളും പുഴ മുരളി കേട്ട് ആഴിതൻ നേർക്കുചാടും. ആഴി സമുദ്രത്തിലേക്ക് എന്താണ് വെമ്പലാണ് നദി, പക്ഷേ വേണുഗാനം കേട്ട് സ്റ്റില്ലായി നിൽക്കുകയാണ്. ഈ പണ്ടത്തൊക്കെ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് സിനിമയിൽ എങ്ങനെയാണ്, കാമുകന്മാരൊക്കെ അടുത്ത് വന്ന് പാട്ടാകുമ്പോൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന നദികളൊക്കെ നിൽക്കും. അപ്പോൾ മനസ്സിലാക്കാം അവിടെ രമ്യതയിലാണ്, അവർ രമ്യതയിലാണ്. അതിപ്പോൾ മനസ്സിലാക്കാൻ കുറേ കാലം എടുത്തു എന്ന് മാത്രം, മനസ്സിലായില്ലേ? അപ്പോൾ ഓളം തള്ളും പുഴ മുരളി കേട്ട് ആഴിതൻ നേർക്കുചാടും താളം തങ്ങി പല ചുഴി പേരിൽ അങ്ങിങ്ങു ചുറ്റി. നേരെ പൂവല്ല, പല ചുഴികളിലും അങ്ങും ഇങ്ങും ചുറ്റി ഒഴുകണില്ലാന്ന്. അവിടേക്ക് പോയാൽ നദി കൂടെ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിന് ഈ മുരളീഗാനം കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ആ പല സ്ഥലത്തും ചുഴികൾ ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ താഴുക, അവിടെ തന്നെ പൊന്തുക, അവിടെ തന്നെ താഴുക. താളം തങ്ങി പല ചുഴി പേരിൽ അങ്ങിങ്ങു ചുറ്റി നീളും തൻ കൈ
കൈത്തിരകളിലം താമരപ്പൂവെടുത്ത് നാളീകാക്ഷൻ കടല പുണർന്നമ്പോ അമ്പോടർച്ചിച്ചിടുന്നു. അതായത് അടുത്തുള്ള താമരകളേനൊക്കെ അവർ പറിച്ച് ഭഗവാനെ അർച്ചിക്കണമെന്ന്. ആരെ? നദികളിലെ തിരമാലകൾ. വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. കാരണം ഇതൊരു കവിഭാവനയാണ്. കവികൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഓളം തള്ളും പുഴ മുരളി കേട്ട് ആഴിതൻ നേർക്കു ചാടും താളം തങ്ങി പല പല ചുഴിപ്പേരിൽ അങ്ങിങ്ങു ചുറ്റി നീളും തൻ കൈത്തിരകളിലിളം താമരപ്പൂവെടുത്ത് നാളീകാക്ഷൻ കടലിനെ പുണർന്നമ്പോടർച്ചിച്ചിടുന്നു. തണ്ടാർമാതും തണ്ടാർമാത്? മഹാലക്ഷ്മി. തണ്ടാർമാതും തിരുവടി തലോടിയിടുവോൺ കാലിമേച്ചും കൊണ്ടാ വെയിലിൽ കനിവോട് കളിക്കുന്നതായി കണ്ടു വേഗം. മഹാലക്ഷ്മിക്ക് സഹിച്ചില്ല എന്നാണ് പറഞ്ഞത്. മഹാലക്ഷ്മിക്ക് തൻ്റെ ഭർത്താവ് ബാലവേഷം പൂണ്ട് ഈ ഗോക്കളെ മേച്ച് നടന്ന് അവിടെ ഈ പുല്ലാങ്കുഴലൊക്കെ ഊതി പ്രകൃതിയെ രമിപ്പിക്കുന്നത് സഹിച്ചില്ല. എൻ്റെ സ്വന്തം അങ്ങനെയുള്ളോ? അപ്പോൾ തണ്ടാർമാതും തിരുവടി തലോടിയിടുവാൻ, തിരുവടി ഭഗവാന്റെ കയ്യും കാലും തലോടെ, കാലിമേച്ചും കൊണ്ടാവയിൽ കനിവൊടു കളിക്കുന്നതായി കണ്ടു വേഗം കൊണ്ടൽ കൂട്ടം കുടമുകളിൽ വിൺതട്ടിലെങ്ങും പിടിപ്പൂ വേണ്ടും മണ്ണം വരതനു പോലെ വീഴ്ചയും ചൊല്ലിമെയ്യാൽ. ഒന്നും പറയല്ല. കൊണ്ട വെയിലിൻ കനിവോട് കളിക്കുന്നതായി കണ്ടു വേഗം എന്ത് ചെയ്തു? കൊണ്ടൽ കൂട്ടം കുടമുകളിൽ വിൺതട്ടിലെങ്ങും പിടിപ്പൂ. കൊണ്ടൽ കൂട്ടം കാർമേഘങ്ങൾ വെയിലിന് താഴെ നിന്നൂന്ന്. എന്താ? വെയിൽ കൊണ്ടിട്ട് ഭഗവാൻ വാടരുത് പറഞ്ഞിട്ട്. ഒന്ന് ആലോചിക്കാൻ പറ്റുമോ നമുക്ക്? കൊണ്ടൽ കൂട്ടം കുടമുകളിൽ വിൺതട്ടിലെങ്ങും ആകാശത്തെങ്ങും പിടിപ്പൂ വേണ്ടും വണ്ണം വരതനു പലേ വേഴ്ചയും ചൊല്ലിമെയ്യാൽ പൊങ്ങിയിടും പ്രിയദയിതൻ പോർമുല കുങ്കുമത്തിൽ. അത് ഈ പണ്ടത്തെ കാലത്തെ സ്ത്രീകൾ മുലക്കച്ച് കിട്ടുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ധാരാളം കുങ്കുമം ചേർത്ത്. രജോ ഗുണമാണ് എന്ന് മനസ്സിലാക്കണം. ശൃംഗാരത്തിലെ രജോ ഗുണമാണ് ഈ ചുവപ്പ്. അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാമകലയാണ് ചെസ്റ്റ്. അതാണ് ഈ മുലക്കച്ച കെട്ടി അതിൽ കുങ്കുമം പൂശുക, കുങ്കുമം ചാർത്തുക. പൊങ്ങിയിടും പ്രിയദയിതൻ, ദയിത എന്ന് പറഞ്ഞ ഭാര്യ, ദയിതൻ പോർമുല കുങ്കുമത്തിൽ ചോപ്പാർന്നീടും ചരണമലർ ചുംബിച്ച പുൽത്തൂമ്പിനാലും. അത് മുലക്കച്ചയുടെ മുകളിൽ സിന്ദൂരം ഇട്ടുള്ളത് ചുവപ്പ് നിറം. പിന്നെ വേറൊരു ചുവപ്പ് നിറം ഉണ്ട്. എന്താ? ചരണമലർ ചുംബിച്ച ഭഗവാന്റെ തിരുപാദപത്മങ്ങൾ ചുംബിച്ച ഭൂമിയിലുള്ള ചുവന്ന മൺതരികൾ. കവിഭാഷയാണ്. ചരണമലർ ചുംബിച്ച പുൽത്തുമ്പിനാലും ഉൽപാദിക്കും സ്മരരുച എന്ന് പറയണമെങ്കിൽ ശരീരത്തിനുള്ള ആർത്തി എന്ന് വേണമെങ്കിൽ പറയാം. സ്മരരുച അകറ്റുന്നവാർ കൊങ്കമേൽ വെച്ച് അൽപായാസം ശബരികളുമാ വന്ധ്യവൃന്ദാവനത്തിൽ. അവസാനം നമ്മൾക്ക് എന്തായി? ഡിവൈനായി. അപ്പോൾ സ്മരരുച അകറ്റുവാൻ, അതായത് ശാരീരികമായിട്ടുള്ള തൃഷ്ണ അകറ്റുവാൻ വാർക്കൊങ്കമേൽ വെച്ച് അൽപയാസം കളുമാ ആ വന്ധ്യവൃന്ദാവനത്തിൽ. അതായത് ഭഗവാനെ ഇപ്പം നമ്മൾ ഈ കുട്ടികളെ എടുത്ത് പൊന്തിച്ച് നമ്മുടെ മാറത്ത് വെച്ച് കുതിപ്പിക്കും. അപ്പോൾ ഇവിടെ ഭഗവാനെ ആശ്ലേഷിക്കാത്തവരില്ല. അവർക്ക് ഭഗവാന്റെ തിരുപാദപത്മങ്ങൾ തൻ്റെ മാറത്തൊന്ന് അണച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് അവർ. അപ്പോൾ ഈ കാമരുച അല്ലെങ്കിൽ കാമാസക്തി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ശാരീരികം, ഒന്ന് ആധ്യാത്മികം.
ഭഗവാനെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തില്ല? ശരി, ഇപ്പം നമ്മൾ ഒരു 5-6 വയസ്സായ കുട്ടീനെ കെട്ടിപ്പിടിക്കുന്നത് കാമല്ലല്ലോ, ശാരീരിക കാമല്ലല്ലോ, അത്ര മനസ്സിലാക്കണം. അപ്പോൾ വ്യാസരുടെ തൂലിക ചലിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ഒന്നടങ്കം ലൗകികതയിൽ നിന്ന് അടർത്തി ആധ്യാത്മികതയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ പറഞ്ഞു, ഓർത്താൽ ഇന്ന് അപ്പം സ്മരരുച അകറ്റുന്നു വാർക്കൊങ്കമേൽ വെച്ച് അൽപയാസം ശബരികളുമാം വൃന്ദാവനത്തിൽ. എനിക്ക് അവിടുത്തെ ആ 2 പേര് എനിക്ക് കിട്ടിയില്ല, ഞാൻ 1-2 പ്രാവശ്യം നോക്കണം, ഒന്നും കൂടി നോക്കട്ടെ. സ്മരരുച അകറ്റുന്നു വാർക്കൊങ്കമേൽ വെച്ച് അല്പ ആയാസം. ഓ മൈ ഗോഡ്, ആയാസം എന്ന് പറഞ്ഞാൽ കുറച്ച് റെസ്റ്റ് കിട്ടുക. അപ്പോൾ കൊങ്കമേൽ വെച്ച് എന്ന് പറഞ്ഞാൽ മാറിടത്തിൽ ഭഗവാന്റെ പാദങ്ങൾ വെച്ച് അവരെ എന്ത് ചെയ്യണു? ആയാസം ശബരികളുമാ വൃന്ദാവനത്തിൽ. ആയാസം. ഓർത്താൽ ഇന്ന് ഈ മഹിതഗിരിയോ രാമകൃഷ്ണാംഘ്രി. നോക്കൂ, ഓർത്താൽ ഇന്ന് ഈ മഹിതഗിരിയോ, ഗിരി എന്ന് പറഞ്ഞ പർവ്വതം, വൃന്ദാവനത്തെ പർവ്വതത്തിൻ്റെ പേരെന്താ? പിന്നെ ഗോവർദ്ധനം അല്ലേ? ഓർത്താൽ ഇന്ന് ഈ മഹിതഗിരിയോ രാമകൃഷ്ണാംഘ്രി, രാമൻ്റെ കൃഷ്ണൻ്റെയോ തിരുപാദപത്മങ്ങൾ മാറിൽ ചേർത്ത് ആ മട്ടിൽ പുളകമണിയും കൃഷ്ണഭക്താഗ്രഗണ്യൻ, കൃഷ്ണഭക്തന്മാരിൽ അഗ്രഗണ്യൻ. പേർത്തും മധുരബലവും വെള്ളവും കായ്കിഴങ്ങും പാർത്തീളാനാം ഗുഹയും ഇവനെ കൊന്നു സർവർക്കുമെന്നും. എല്ലാവർക്കും ഓരോ ദിവസവും ആനന്ദം അലതല്ലുന്ന പുതിയ പുതിയ വിഭവങ്ങൾ ഭഗവാൻ കൊടുക്കും. അതാണ് കൃഷ്ണഭക്താഗ്രഗണ്യൻ. പേർത്തും മധുരഫലവും വെള്ളവും കായ്ക്കിഴങ്ങും പാർത്തീടാനാം ഗുഹയും ഇവനെ കൊന്നു സർവർക്കുമെന്നും. ഭഗവാന് കളിക്കാൻ ഗുഹകൾ, അവിടെ എല്ലാം ഉണ്ട്. കുടിക്കാനുള്ള വെള്ളമുണ്ട്, നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള ഫലങ്ങളുണ്ട്. പിന്നെന്താ വേണ്ടത്? അപ്പം ഭക്തി ഉണ്ടാവണം. ഭഗവാനോട് ഭക്തിയുള്ളവർക്ക് ഇതൊക്കെ അനുഭവിക്കാൻ പറ്റുള്ളൂ. പൈക്കൂട്ടത്തെ പരിചിനോട് അലിഞ്ഞ് അങ്ങുമെങ്ങും തെളിച്ചും. എവിടെ പുല്ലുള്ളത് അങ്ങോട്ട് തെളിക്കുക. പൈക്കൂട്ടത്തെ പരിചിനോട് തൃപ്തി വരും മാറ് അലിഞ്ഞ് അങ്ങുമിങ്ങും തെളിച്ചും ചൊൽക്കൊണ്ടിടും മധുരമുരളി മഞ്ജുഗാനം പൊഴിച്ചും. കേൾക്കാൻ മധുരമുള്ള ഗാനങ്ങൾ പൊഴിച്ചും. തൃക്കൈ താരിൽ കയറുടരവിന്ദാക്ഷനെ കാൺമതുണ്ടോ? തൃക്കൈ താരിൽ, ഭഗവാന്റെ കയ്യിൽ താരിൽ, അതായത് താമരദള നയന എന്ന് പറയുന്ന മാതിരി താമരവല്ലി പോലെ മൃദുലമായ കൈത്തണ്ടകളെ. അപ്പോൾ കൈത്താരിൽ കയറോട് അരവിന്ദാക്ഷൻ, കയറോടുകൂടി എന്ന് പറഞ്ഞാൽ പശുക്കൾ ചില വികൃതി പശുക്കൾക്കൊക്കെ കയറുണ്ട് കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ തൃക്കൈത്താരിൽ കയറോട് അരവിന്ദാക്ഷനെ കാൺമതുണ്ടോ? നോക്കൂ കാടും പുളകമണിവോ നമ്മളോ നിൽപ്പു മാത്രം. കാടും ഭഗവാനെ കണ്ട് പുളകമണിയണം. കാട്ടിലെ മരങ്ങളും വല്ലികളും നമ്മളോ നിൽപ്പു മാത്രം. നിൽക്കുക, അനുഭവിക്കുക, അത്രേ ഉള്ളൂ. മാടിൻ കൂട്ടങ്ങളെ മുഴുവനും മേച്ചു പീലിക്കിരീടം ചൂടിക്കൊണ്ട് ആ മരതകമണി ശ്യാമളൻ കോമളാങ്കൻ. മാടെന്ന് പറഞ്ഞാൽ അത് തമിഴ് പദമാണ് ശരിക്ക്. മാടിൻ കൂട്ടങ്ങളെ മുഴുവനും, പശുക്കൂട്ടം എന്നാണ്
മാടിൻ കൂട്ടങ്ങളെ മുഴുവനും മേച്ചു പീലിക്കിരീടം ചൂടി കൊണ്ട് ആ മരതകമണി ശ്യാമളൻ കോമളാങ്കൻ ഈടേറും പാൽച്ചിരിയൊടിവിടം ഈടേറെന്ന് പറഞ്ഞാൽ എന്താ? ഈടേറെന്ന് പറഞ്ഞാൽ അതിനത്ര വില എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഈ പണ്ടം വെച്ച് പണം എടുക്കുമ്പോൾ പണം കിട്ടണതിന് ഈട് വയ്ക്കുക എന്ന് പറയും അല്ലേ? നമ്മളിപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ വീടിൻ്റെയോ പറമ്പിൻ്റെയോ ആധാരം പണയം വെച്ച് കാശ് വാങ്ങില്ലേ, അതിന് ഈടെന്നാണ് പറയാം. അപ്പോൾ ഈടേറും കോമളാങ്കൻ ഈടേറും പാൽച്ചിരിയോടെ ഇവിടം. പാൽച്ചിരി, തൂവെള്ള പാൽച്ചിരി. പാലിന് അത് പച്ചയാണെങ്കിൽ കൂടി ഒരു മധുരമുണ്ട്. പച്ചപ്പാൽ കുടിച്ചാൽ അതിനൊരു മധുരമുണ്ട്. അത് കുടിച്ച് പരിചയം വേണം. ഈടേറും പാൽച്ചിരിയൊടിവിടം വന്ന് മിന്നായികളുണ്ടോ? ഭഗവാൻ ഇവിടെ വന്ന് ചിരിച്ചിട്ടില്ലെങ്കിൽ എന്താ കാര്യം? വീടിന്നേതും പർവ്വതിനും ചന്ദമൻ ചന്ദ്രലേഖ എന്നുള്ള തോഴിയോട് പറയാണ്, മാടിൻ കൂട്ടങ്ങളെ മുഴുവനും മേച്ചും പീലിക്കിരീടം ചൂടിക്കൊണ്ട് ആ മരതകമണി ശ്യാമളൻ കോമളാങ്കൻ ഈടേറും പാൽച്ചിരിയോടിവിടം വന്നു മിന്നായിലുണ്ടോ? വീടിനേതും പർവ്വതിനും ചന്ദമൻ ചന്ദ്രലേഖേ. നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം എന്താ? ശ്രീകൃഷ്ണൻ കാലിമേച്ച് നടക്കുന്ന ഭഗവാൻ പാൽപുഞ്ചിരി പൊഴിക്കുന്ന സമയത്ത് ആ വീട്ടിലുള്ളവരൊക്കെ ധന്യന്മാരാവണമെന്നാണ്. തണ്ടാർമാതും തടവും അഖിലേശൻ്റെ മാധുര്യമെന്നും മഹാലക്ഷ്മി. തണ്ടാർമാതും തടവും അഖിലേശൻ്റെ മാധുര്യമെന്നും കണ്ടും കേട്ടും പരം അരുളിയും തന്മയീ ഭാവമേന്തി. തന്മയീ ഭാവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാനിൽ ലയിക്കുക തന്നെ. തന്മയീ ഭാവമേന്തി മിണ്ടാൻ വയ്യാതെ അവരതുവിധം. ഈ സമാധി തുര്യാവസ്ഥ, തന്മയീ ഭാവം എന്നൊക്കെ പറഞ്ഞാൽ മിണ്ടാൻ പറ്റില്ല. പിന്നെ ഒന്നായി ചേരുക. ഭഗവാനും ഭക്തനും ഭാഗവതവും ഒന്നായി ചേരുക. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞത്, അതിലങ്ങോട്ട് ലയിക്കുക. തന്മയീ ഭാവമേന്തി മിണ്ടാൻ വയ്യാതവരതുവിധം ബ്രഹ്മരുദ്രാദി പോലും. ബ്രഹ്മാവിനും ശിവനും കൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, വേണുഗാനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നും മിണ്ടാൻ വയ്യ, സ്തബ്ധന്മാരായി. ഇങ്ങനൊന്നും അവർ കേട്ടിട്ടില്ല, കേൾക്കൂല. ഇനി ഇപ്പോൾ കേട്ടതുണ്ട്. മിണ്ടാൻ വയ്യാതവരതുവിധം ബ്രഹ്മരുദ്രാദി പോലും കൊണ്ടാടിയിടും തരം അഴകിയെന്നേറെ മിന്നി ജഗത്തിൽ. കൊണ്ടാടിയിടും തരം അഴകിയെന്നേറെ മിന്നി ജഗത്തിൽ. അഴക് കൂടിക്കൂടി വന്നു. എവിടെ? വൃന്ദാവനത്തിൽ. കാരണം എന്താ? ഭഗവാന്റെ വേണുഗാനം. ഈ വേണുഗാനം എന്ന 28 ശ്ലോകം എന്ന് പറഞ്ഞാൽ 56ൻ്റെ ഗുണമാണ്. 8 വരികളാണ്. കംപ്ലീറ്റ് എന്താണ്? ഭാഷാവൈദഗ്ധ്യം എത്രയെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, അത്രയ്ക്കുണ്ട്. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികലിമഷനാശനേ ലീലാകാണ്ഡേ 63 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 64 സർഗം കാർത്യായനീ വ്രതവും വസ്ത്രാപഹരണവും. വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകൾ, പെൺകുട്ടികൾ, 12 വയസ്സിലുള്ള പെൺകുട്ടികൾ വസ്ത്രം അഴിച്ച് വെച്ച് ഈ കാളിന്തി നദിയിൽ കുളിക്കുകയാണ്. പക്ഷെ ഉദ്ദേശം എന്താ? കാർത്യായനീ വ്രതം. എന്തിന്? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭർത്താവായി തീരണം എന്ന് പറഞ്ഞാൽ, ഈ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്നർത്ഥം പറയാം. അത് ശാരീരിക ആഹ്ലാദത്തിനല്ല, ആധ്യാത്മിക ആഹ്ലാദത്തിനാണ്.
അപ്പോൾ എന്നെ ഭരിക്കുന്നത് ശ്രീകൃഷ്ണനാണ് എന്നൊരു സ്ത്രീ പറയുകയാണെങ്കിൽ അവരുടെ ആത്മാവ് എന്നർത്ഥം പറഞ്ഞാൽ മതി എന്നാ പറയേണ്ടത്. നോക്കാം. ഈ വണ്ണം പ്രേമമുൾത്തിങ്ങും നന്ദവ്രജകുമാരികൾ കരുണാനിധിയാം കൃഷ്ണൻ തങ്ങൾ തൻ കാന്തനായി വരാൻ. അവിടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അല്ല, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് വായിക്കുമ്പോൾ തന്നെ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വണ്ണം പ്രേമമുൾത്തിങ്ങും നന്ദവ്രജകുമാരികൾ. ഇപ്പോൾ ഇത് ഈ പറയണ്ടായി അല്ലേ വേണുഗാനത്തിൽ. ഈ വണ്ണം പ്രേമമുൾത്തിങ്ങും നന്ദവ്രജകുമാരികൾ കരുണാനിധിയാം കൃഷ്ണൻ തങ്ങൾ തൻ കാന്തനായി വരാൻ. കാത്യായനീ ഭഗവതി കനിഞ്ഞീടിൽ എളുപ്പമാം എന്നോർത്തും കൊണ്ട് നൈവേദ്യം മാത്രമുണ്ടവരെ എത്രയും. അതായത് ഒരു നേരം ഭഗവാന് നേദിച്ച നിവേദ്യം മാത്രം കഴിച്ചുകൊണ്ട് ഭക്തിയോടെ ഭജിച്ചിടാൻ തുടങ്ങി ഗിരിപുത്രിയെ. ഗിരിപുത്രി എന്ന് പറഞ്ഞാൽ അമ്മ പരമേശ്വരി പാർവതി ദേവീനെ പൂജിക്കാൻ തുടങ്ങിയതാണ്. ഭക്തിയോടെ ഭജിച്ചിടാൻ തുടങ്ങി ഗിരിപുത്രിയെ ശിവൻ്റെ അർദ്ധാംഗിനിയായി തന്നെ മിന്നും ഭവാനിയെ. പുലരും മുമ്പിൽ ആ മഞ്ഞിൽ, പുലരുന്നതിൻ്റെ മുമ്പ് മഞ്ഞുണ്ട്, ആ മഞ്ഞിൽ മിക്ക പേരും ഉറങ്ങവേ. ഗോകുലത്തിലെ ആൾക്കാരൊക്കെ വൃദ്ധന്മാർ അല്ലെങ്കിൽ വൃദ്ധകളൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഒന്നാമത് ഈ കാലത്തുള്ളൊരു ഉറക്കമുണ്ട്, അതിനൊരു ഗുണമുണ്ട്. പക്ഷേ നമ്മൾ ഈ ഭാഗവതും ഇതായിട്ട് അമ്പലം കുട്ടിക്കാലത്ത് തുടങ്ങിയ കാരണം 5 മണി കഴിഞ്ഞാൽ ഉറക്കം പറ്റില്ല. ഞായറാഴ്ച ആണെങ്കിലും ശരി, ശനി ഞായറും IIT ലീവാണ്, എന്നാലും ഉറക്കം പറ്റില്ല. ഉച്ചയ്ക്ക് ഒരു 10 മിനിറ്റ് കിടക്കും ചെയ്യും. എന്താപ്പോൾ പറയാ? ഭക്തിയോട് ഭജിച്ചിടാൻ തുടങ്ങി ഗിരിപുത്രിയെ ശിവൻ്റെ അർദ്ധാംഗിനിയായി തന്നെ മിന്നും ഭവാനിയെ. പുലരും മുമ്പിൽ ആ മഞ്ഞിൽ മിക്ക പേരും ഉറങ്ങവേ കാളിന്തി നദിയിൽ ചെന്നു കുളിച്ചിടും കുമാരികൾ. ദേവീ പ്രതിമയുണ്ടാക്കി മണൽ കൂട്ടി മനോഹരം. ദേവിയുടെ പ്രതിമ മണൽ കൊണ്ട് ഉണ്ടാക്കി മനോഹരം. ദേവീ പ്രതിമയുണ്ടാക്കി മണൽ കൂട്ടി മനോഹരം ആവാഹിച്ച് അവർ പൂജിക്കും മുകിൽ വർണ്ണൻ അലിഞ്ഞിടാൻ. മുകിൽ വർണ്ണൻ അലിയാൻ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഗുണപാഠം. ഗോപസ്ത്രീകൾക്കൊക്കെ പൂജ അറിയാം, ആവാഹനം അറിയാം എന്നാ. ഒരു കല്ലാണെങ്കിലും ആ കല്ലിൽ സ്വന്തം ആത്മാവിനെ ആവാഹിച്ച് വയ്ക്കുക. താന്ത്രിക കാര്യങ്ങൾ അറിഞ്ഞിരുന്ന കാലം ആർക്ക്? സനാതനധർമ്മം എന്താണെന്ന് അറിഞ്ഞിരുന്നു ഭാഗവതം ഒക്കെ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ദ്വാപരയുഗത്തിന് അവസാനത്തിലെന്ന് പറയാം. ഇന്ന് പൂജ വീട് 2 കോടി 2.5 കോടിയുടെ വീട്, ഹവനം വേണ്ട, പൂജ ഗണപതി പൂജ മതി എന്നാ. എന്താ കോസ്റ്റ്ലി തിരുമേനി, കോസ്റ്റ്ലി പെയിൻ്റാണ്, പുക തട്ടിയാൽ കറക്കും. ഇനി ഇല്ല, പുക ഇല്ലാണ്ട് തന്നെ ഞാനൊക്കെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഓടി ഒളിക്കും. എവിടെ? ബാൽക്കണിയിൽ. ബാൽക്കണി വാലടയ്ക്കും. അപ്പോൾ ഈ പൂജ ആർക്കാ ചെയ്യണത്? ഈശ്വരന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥന്മാർ ബാൽക്കണിയിൽ പോയി നിന്നാൽ മതിയോ? ആരാ പറയാൻ? ആരും പറയാനില്ല. ഈ പൂജയൊക്കെ സ്വയം ചെയ്യേണ്ടതാ. അപ്പോൾ ദേവീ പ്രതിമയുണ്ടാക്കി മണൽ കൂട്ടി മനോഹരം ആവാഹിച്ചവർ പൂജിക്കും മുകിൽ വർണ്ണൻ അലിഞ്ഞിടാൻ. വീട്ടിൽ പോയാലും ആ മട്ടിൽ വിചാരം അതുമാത്രമാം. കുളിച്ച് ഈ നദിക്കരയിലുള്ള പൂജയൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ പോയാൽ എന്താ വ്യത്യാസം ഉണ്ടാവില്ല. അതാണ് സദാസേവ്യ ഭാഗവതം. ഊണിലും ഉറക്കത്തിലും ഒക്കെ ഭാഗവത. അപ്പോൾ ഭഗവാൻ എനിക്ക് ഭർത്താവായി തീരണേ എന്നുള്ള പ്രാർത്ഥന അവരെ എപ്പോഴും. അപ്പോൾ നമ്മൾക്ക് ഈ തിരുമാതാംകുന്ന് അമ്പലത്തിൻ്റെ 10 കിലോമീറ്റർ അടുത്താണ്. അപ്പോൾ കൊല്ലത്തിൽ 11 ദിവസം ചെരുപ്പിട്ട് കയറാമെന്നാണ്. എനിക്കറിയില്ല അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്നുള്ളത്. ഇനി ഭഗവതിക്ക് അങ്ങനെ ആയാലേ സന്തോഷമാവുള്ളൂ, എനിക്കറിയില്ല. അതുവരെ ചെരുപ്പൊക്കെ
താഴെ വെക്കണം. പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, നമ്മൾക്ക് ഭക്തിയില്ല. ഭക്തി എന്ന് പറഞ്ഞാൽ ചെരുപ്പ് പോയാൽ പോട്ടെ, ചെരുപ്പില്ലാണ്ട് അമ്പലത്തിൽ പോകാൻ ശീലിക്കണ്ടേ? അതല്ലേ അതിൻ്റെ മഹിമ. അപ്പോൾ വീട്ടിൽ പോയാലും ആ മട്ടിൽ വിചാരം അതുമാത്രമാം അലിവാർന്നവർ അർച്ചിക്കും ജലഗന്ധ സുമങ്ങളാൽ. അവരർച്ചിക്കാൻ അർച്ചന പഠിച്ചിട്ടുണ്ട് അവരെ. ജലഗന്ധ സുമങ്ങളാൽ, ജലം വാസനുള്ള പൂക്കളും. ധൂപദീപങ്ങൾ കാണിക്കും. ധൂപം അതായത് പിന്നെ പുക, അതായത് ഇതിനൊക്കെ ഓരോ പ്രതീകാത്മകമുണ്ട്. ആകാശം, കാറ്റ്, അഗ്നി, ജലം, പൃഥ്വി, ഭൂമി. അപ്പോൾ ധൂപദീപങ്ങൾ കാണിക്കും പൊൻ കാപ്പിട്ട കരങ്ങളാൽ എന്ന് പറഞ്ഞെന്താ അർത്ഥം? നല്ല സ്വർണത്തിൻ്റെ കടകവളയൊക്കെ ഇട്ടിട്ടുണ്ട്. മോശക്കാരൊന്നുമല്ല അവർ. ഇത് പറയുമ്പോൾ ഒരു ഓർമ്മ വരും. ഒരു പയ്യൻ അച്ഛൻ പൂജിക്കണതൊക്കെ കാണും. അപ്പോൾ വീട്ടിലൊരു കറുത്ത പൂച്ചയുണ്ടായിരുന്നു. അപ്പോൾ ഈ നെയ്യ് നക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ എന്ത് ചെയ്യും? പൂച്ചേനെ ഒരു വള്ളിക്കൊട്ടയുടെ അടിയിൽ ഇടും. പൂജയൊക്കെ കഴിഞ്ഞാൽ കൊട്ട ഫ്രീ ആക്കി പൂച്ചറ ഭാഗത്തല്ല, പുച്ചറ ഭാഗത്ത് പോവും. അങ്ങനെ ഈ അച്ഛൻ നമ്പൂതിരി മരിച്ചപ്പോൾ പൂജാരി ചെറുപ്പക്കാരനാണ്. അപ്പോൾ അടുത്തുള്ള വീട്ടുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പൂജ വേണം. ഓ ശരി. അന്ന് ഇപ്പൊക്കെ പ്രിൻ്റഡ് ലിസ്റ്റാണ്. അതിങ്ങനെ എത്ര വേണ്ടച്ചാൽ അങ്ങനെ എഴുതി ടിക്ക് ചെയ്ത് കൊടുക്കുകയുണ്ട്. അന്ന് അങ്ങനെയല്ല, എഴുത്ത് ഒന്നും ഒരു വശമില്ല. എന്നാലും പറഞ്ഞ് ഏൽപ്പിക്കും. പായസത്തിന് ശർക്കര ഇത്ര, അരി ഇത്ര, എണ്ണ എത്ര, നെയ്യ് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു വള്ളിക്കൊട്ട വാങ്ങിക്കോളും, ഒരു കറുത്ത പൂച്ചിനി. എന്തിന്? അവിടെ ചെന്ന് അച്ഛൻ കാണിക്കണം പോലെ അതിൽ ആദ്യം പൂച്ചേനെ വെച്ചിട്ട് ഈ വള്ളിക്കോട്ട കൊണ്ട് അടയ്ക്കണം. അങ്ങനെയാണ് അയാൾ പഠിച്ചത്, അത്രേ ഉള്ളൂ. അതേപോലെ അല്ല ഇവിടെ ഇവർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ധൂപദീപങ്ങൾ, നിവേദ്യങ്ങൾ, വാസന കുസുമങ്ങൾ, ജലാർപ്പണം ഒക്കെ ഉണ്ട്. അപ്പോൾ പൊൻ കാപ്പിട്ട കരങ്ങളാൽ ഓരോ പേരും നിവേദിക്കും പഴവും നാളെ. ഓരോരുത്തരും നിവേദിക്കുന്നു. ഓം പ്രാണായ സ്വഹ, അപാനായ സ്വഹ, വ്യാനായ സ്വഹ, ഉദാനായ സ്വഹ, സമാനായ സ്വഹ, ഓം ബ്രഹ്മണേ സ്വാഹ. ഇങ്ങനെയൊക്കെ ആഹൂതി, അതിനൊക്കെ മുദ്രയുണ്ട്. എന്തോ ആവട്ടെ. ഇപ്പോൾ പിന്നെ ഉത്സവത്തിന് ഒക്കെ നമ്മൾ ഇവരിങ്ങനെ കാട്ടിക്കൂട്ടുന്നതൊക്കെ കാണുമ്പോൾ ഒക്കെ ഒറ്റ മുദ്ര ഉണ്ടാവുള്ളൂ. ഒറ്റ മുദ്ര. അത് ഈ മൂകാംബികാദേവി ക്ഷേത്രത്തിൽ അതിലേറെ തമാശയാണ്. സ്പ്രിങ്ങിട്ട കൂട്ടത്തിലാണ് ഈ പൂപ്പാലി, പൂവ് വെച്ചിട്ടുള്ളത്. അതിങ്ങനെ അപ്പം കടകളാണ്. അത് കഴിഞ്ഞിട്ട് കൈ ശുദ്ധമാക്കി ഉടനെ ഹവിസ് ടക്കട. അത് കഴിഞ്ഞാൽ വെള്ളം ടകട. ഒന്ന് ഇങ്ങോട്ട് ടകട, പിന്നെ അങ്ങോട്ട് ടകട. ഞാനിതൊക്കെ ഇങ്ങനെ കണ്ട് രസിക്കും. കാരണം എന്താ ആരോട് എന്ത് പറയും? നമ്മൾ എല്ലാം അനുഭവിക്കുക. പക്ഷെ നമ്മൾക്ക് പ്രമാണം ഭാഗവതം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഓരോ പേരും നിവേദിക്കും പഴവും നാളികേരവും മാല്യങ്ങൾ കെട്ടിച്ചാർത്തിക്കും. നല്ല പൂക്കൾ, വൃന്ദാവനത്തിലെ പൂക്കൾക്കൊന്നും ക്ഷാമില്ല. മാല്യങ്ങൾ കെട്ടിച്ചാർത്തിക്കും ദേവിതൻ തിരുമേനിയിൽ കുങ്കുമാർച്ചന ചെയ്തിടും ഭക്തിയോടെ കുമാരികൾ. അവിടെ ആചാര്യൻ റെസീറ്റ് വാങ്ങാൻ പറയില്ല. ഇന്നിപ്പോൾ പൂജയ്ക്കൊക്കെ കാശ് കൊടുക്കണം. അവരവരുടെ വീട്ടിൽ ഒരു ചിരട്ടയിൽ കുറച്ച് മണ്ണ് കൊണ്ടുവരാൻ പറയും. അതൊക്കെ പാടെ കൂട്ടി വെച്ച് വൃന്ദാവനത്തിലെ ഗോവർദ്ധന പർവ്വതമെന്ന് പറയും. എന്നിട്ട് ഗോവർദ്ധന പൂജയൊക്കെ ചെയ്ത് പ്രസാദം നമുക്ക് അതിൽ നിന്ന് കുറേശ്ശെ തരും. കാശ് കൊടുക്കണം, ദക്ഷിണ കൊടുക്കണം. ഇതൊക്കെ അനാചാരങ്ങളിൽ പെട്ടതാണ്.
എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇവിടെ അതെ നന്ദഗോപരുടെ വൃന്ദാവനത്തിൽ എല്ലാവർക്കും പൂജ അറിയാം. അപ്പോൾ അപ്പോൾ കുങ്കുമാർച്ചന ചെയ്തിടും ഭക്തിയോടെ കുമാരികൾ സ്തുതിക്കും അറിയും മട്ടിൽ. അതെനിക്ക് വളരെ ഇഷ്ടമായി. അവരവർക്ക് അറിയണ കൂട്ടത്തിൽ സ്തുതിക്കും അറിയും മട്ടിൽ, അവിടെ സ്തുതിക്കും അറിയും മട്ടിൽ എന്നാണേ. അപ്പോൾ ആ അമ്മ എന്നെ കുറച്ച് ആലോചിപ്പിച്ചു. സ്തുതിക്കും അറിയും മട്ടിൽ പൂന്തേൻ ഒഴുകുമാ വിധം. പൂന്തേൻ അവരവരുടെ സ്വസ്വരത്തിൽ ഭഗവാനെ എന്നാണ് വിളിക്കുമ്പോൾ താഴെ പാത്രം കാണിക്കാൻ തോന്നും. എന്താ? തേനൂറും വാക്കുകൾ. കർപ്പൂരവും ഉടൻ കത്തിച്ചുഴിയും കമലാക്ഷികൾ താമരതള നയനം ആണ് അവരുടെയൊക്കെ. കർപ്പൂരവും ഉടൻ ഒഴിയും കമലാക്ഷികൾ മുട്ടുകുത്തി നമസ്കാരം ചെയ്തു മെല്ലെ എണീറ്റുടൻ. എൻ്റെ പൊന്നെ, അതായത് സ്ത്രീകൾ ദണ്ഡ നമസ്കാരം ചെയ്യണ്ട എന്നൊരു പ്രമാണമുണ്ട്. കാരണം ഇതിൻ്റെ മുമ്പ് പറയണ്ടായി, സ്തനം ആണ് സ്ത്രീകളുടെ മാരലീല ബാധിക്കുന്ന ഭാഗം. അപ്പോൾ അത് ഭൂമിയിൽ തട്ടരുതെന്നാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ രുക്മിണി സന്ദേശം അയച്ച് എന്താ മറുപടി ഒന്നും കിട്ടിയില്ലല്ലോ, ബ്രാഹ്മണനെ കാണാനില്ലല്ലോ. മുഖപ്രസാദത്തോട് കൂടിയിട്ട് ബ്രാഹ്മണൻ വന്നപ്പോൾ പറഞ്ഞു, ഈ ഒരു ഉപകാരത്തിന് ഞാൻ എന്താ തരാം, അതാ പിടിച്ചോളൂ, ഒരു നമസ്കാരം, ദണ്ഡ നമസ്കാരം ചെയ്തു എന്നാ. അത് അവരുടെ അന്തഃപുരത്തിലാവാം, മറ്റുള്ളവർ കാണാൻ പാടില്ല, അത്രയേ ഉള്ളൂ. മുട്ടുകുത്തി നമസ്കാരം ചെയ്തുമല്ലേ. അപ്പോൾ ഈ മുട്ടുകുത്തി നമസ്കരിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടും കാല ഓപ്പറേഷനൊന്നും വേണ്ടി വരില്ല. പ്രത്യേകിച്ച് ഈ നാരായണീയക്കാരൊക്കെ, എനിക്ക് എൻ്റെ ഒരു കസിൻ ബ്രദർ ബാംഗ്ലൂരുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു ഭഗവതി ക്ഷേത്രത്തിൽ കുറച്ച് സ്ത്രീകൾ ലളിതാ സഹസ്രനാമം ജപിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ഈ വാതിൽമാടെന്ന് പറയും, ആ വാതിൽമാടത്തിൽ കസാലിട്ടിട്ടാണ് ഓരോരുത്തരിയ്ക്കണത്. അപ്പോൾ ഞാനൊന്ന് നോക്കി, എനിക്ക് പരിചയമുള്ള ക്ഷേത്രമാണ്. ശ്രീകോവിലിലെ പീഠത്തിനേക്കാൾ ഉയരത്തിലാണ് ഇവരിയ്ക്കുന്നത്. അത് ആഗമശാസ്ത്രപ്രകാരം തെറ്റാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിലത്തിരിക്കാം. ഭഗവതി പീഠം അതിന് ഒപ്പം ഇരിക്കാൻ പാടില്ല. അതേമാതിരി യജ്ഞവേദിയിൽ, സപ്താഹ യജ്ഞവേദിയിൽ സാധാരണ ഒരു 1.5 അടിയൊക്കെ ഉയരത്തിൽ സ്റ്റൂൾ വെച്ചിട്ടാണ് ഈ അർച്ചനാബിംബം വയ്ക്കുക. അപ്പോൾ 2 അടി ഹൈറ്റുള്ള കസാലയിൽ ആചാര്യൻ അല്ലെങ്കിൽ വായിക്കുന്ന ആൾ പൗരാണികനിരുന്നാൽ എന്തായി അവസ്ഥ മഹാമോശമാണ്. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചില സാങ്കേതിക കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ കൈകൂപ്പി നിന്നു, മുട്ടുകുത്തി നമസ്കാരം ചെയ്തു മെല്ലെ എണീറ്റുടൻ കൈകൂപ്പി നിന്നു കവിളിൽ കണ്ണീരാർന്ന മൃഗാക്ഷികൾ. അവിടെ മൃഗാക്ഷികളെന്ന് പറഞ്ഞാൽ മാൻകണ്യമാരെ എന്ന് പറഞ്ഞാൽ, മൃഗം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ മാനെന്നർത്ഥം, നല്ല ചേലുള്ള ആൾക്കാർ. അപ്പോൾ കർപ്പൂരവും ഉടൻ കത്തിച്ചൊഴിയും കമലാക്ഷികൾ മുട്ടുകുത്തി നമസ്കാരം ചെയ്തു മെല്ലെ എണീറ്റുടൻ കൈകൂപ്പി നിന്നു കവിളിൽ കണ്ണീരാർന്ന മൃഗാക്ഷികൾ. പിന്നെ അത് സ്തുതിക്കുകയാണ് 11ാമത്തെ ശ്ലോകം. കാത്യായനി മഹാമായേ മഹേശ്വരി ദയാമയി. നല്ല മലയാളത്തിൽ ബൈഹാർട്ട് ചെയ്യണത് നല്ലതാണ്. കാത്യായനി മഹാമായേ മഹേശ്വരി ദയാമയി നന്ദാത്മജനെ ഞങ്ങൾക്ക് ഭർത്താവാക്കി തരണമേ. എന്താ കാത്യായനി മഹാമായേ മഹേശ്വരി ദയാമയി നന്ദാത്മജനെ ഞങ്ങൾക്ക് ഭർത്താവാക്കി തരണമേ. ഇതേ മന്ത്രം ജപിച്ചിടും ദിവസം 10,000 ബല. ഈ മന്ത്രം 10,000 ഉരു ജപിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്.
യു ഗോട്ട് ഇറ്റ്? ഹരിദാസ് മൈ ഡിയർ, 10,000 ഉരു നമ്മൾക്ക് 101 പ്രാവശ്യം ഗായത്രി ജപിക്കാൻ സാധിക്കണില്ല. അതല്ലേ ശരിക്ക് ബ്രാഹ്മണർ ഉപനയനം കഴിഞ്ഞാൽ ഗായത്രി ജപിക്കണം 1000 ഉരു എന്നൊക്കെയാണ് പറയാം ശരാശരി. അപ്പം ഇവിടെ പെൺകുട്ടികൾ 10,000 ഉരു മന്ത്രം ഉരുവിട്ടിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾ എന്താ മോശക്കാരാണോ? എന്തുകൊണ്ട് നമ്മൾക്കത് പ്രാക്ടീസ് ചെയ്തുകൂടുക? ഈ ചൊവ്വാദോഷമാണ്, നല്ല ഭർത്താവിനെ കിട്ടില്ല എന്നൊക്കെ ലഹള കൂട്ടുന്ന സ്ത്രീകളുണ്ട്. കാത്യായിനി മഹാമായേ മഹേശ്വരി ദയാമയേ നന്ദാത്മജനെ ഞങ്ങൾക്ക് ഭർത്താവാക്കി തരണമേ എന്ന് പറഞ്ഞാൽ നല്ലൊരാളെ ഭർത്താവാക്കി തരണമെന്ന് വ്യംഗ്യം. എന്തുകൊണ്ട് ജപിക്കണില്ല? നമ്പൂരി ഉണ്ട്, പിന്നെ പാർവതി പരമേശ്വരന്മാർക്ക് പൂജ ചെയ്യും, അല്ലെങ്കിൽ പിന്നെ മംഗല്യ പൂജ. എത്ര ഒരു ജപിക്കും സാധിക്കും? അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതേ മന്ത്രം ജപിച്ചിടും ദിവസം 10,000 ഹേമന്തർത്തുവിലാദ്യത്തെ മാസമിങ്ങനെ നിത്യവും. ഈ ഹേമന്തം കഴിയണ വരെ ഇവരിത് പതിവാക്കി ചെയ്തു പോന്നു. മഹാഭാഗ്യം മിയലും വ്രജഗോപികൾ. അവരാരാ? മഹാഭാഗ്യമുള്ളവരാ. മഹാഭാഗ്യം ഇയലും ചെയ്തു പോന്നു മഹാഭാഗ്യം ഇയലും വ്രജഗോപികൾ. മറ്റൊന്നും അറിയാതുള്ളോർ ഈ വെറും കൊച്ചുകുട്ടികൾ. അവർക്ക് വേറെ ഒന്നും അറിയില്ല. നോട്ടരട്ടിപ്പിക്കാൻ അറിയില്ല. ശമ്പളം ഇവിടെ കമ്മിയാണെങ്കിൽ അവിടെ ശമ്പളം കൂടും, അവിടെ പോകണമെന്നറിയില്ല. സിംപിളി സ്പീക്കിംഗ് സജ്ജനങ്ങളാണ് അവർ. അപ്പോൾ മറ്റൊന്നും അറിയാതുള്ളോർ ഈ വെറും കൊച്ചുകുട്ടികൾ എന്തോ ചെയ്വതുകൊണ്ടെല്ലാം സന്തോഷിക്കണം അംബികേ. അവർ പറയാ ഞങ്ങൾ കുട്ടികളാണ്, ഒന്നും അറിയില്ല, എന്തോ ചെയ്വത് കൊണ്ടെല്ലാം. ഇതുകൊണ്ട് അമ്മേ പരമേശ്വരി കാക്കണേ, സന്തോഷിക്കണേ. പ്രസീത. എന്താ പ്രസീത? പ്രസാദിക്കണേ. എന്തോ ചെയ്വത് കൊണ്ടെല്ലാം സന്തോഷിക്കണം അംബികേ. യശോദയ്ക്ക് ഉണ്ണിയായി വന്നു പിറന്ന കരുണാനിധി. യശോദയ്ക്ക് ഉണ്ണിയായി വന്നു പിറന്ന കരുണാനിധി ഞങ്ങൾക്ക് നാഥനാവാനും മടിക്കാ നീ അലിഞ്ഞീടിൽ. അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാര്യം സാധിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അവർ പൊങ്ങച്ചം പോഴ്ത്തണില്ല. ഭഗവതി കനിഞ്ഞാൽ കാര്യം നടക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ കളങ്കമില്ലാത്ത ഹൃദയത്തിൽ ഭക്തിയുടെ പാരവശ്യം, ഭക്തിയുടെ മഹിമ എത്രത്തോളുണ്ട്. ഞങ്ങൾക്കു നാഥനാവാനും മടിക്കാ ആ നിലയിൽ മടിക്ക നീ അലിഞ്ഞീടിൽ. കാർവർണ്ണനിങ്ങനത്തെ ഇങ്ങണഞ്ഞെന്നെ കൈക്കൊണ്ടിടണം അംബികെ. ഓരോരുത്തരും പ്രാർത്ഥിക്കുക, കാർവർണ്ണൻ അണഞ്ഞ് എന്നെ കൈക്കൊണ്ടിടണം അംബികേ. എത്ര രസമാണ്. ഈ വണ്ണം ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടു സേവിച്ചു ദേവിയെ. ഈ വണ്ണം ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടു സേവിച്ചു ദേവിയെ. കാത്യായനി വ്രതം പോലും ആ മട്ടിൽ കൃഷ്ണപൂജനം തന്നെയാം അവിടുന്നല്ലോ മുന്നിൽ പ്രത്യക്ഷമായതും. അപ്പോൾ കൃഷ്ണനെയാണ് അവർ പൂജിക്കണത്. കൃഷ്ണൻ മമ ഭർത്താവാകണം. അപ്പോൾ മാമട്ടിൽ കൃഷ്ണപൂജനം തന്നെ അവിടുന്നല്ലോ മുന്നിൽ പ്രത്യക്ഷമായതും. വ്രത അവസാന ദിവസം അമ്പിയൻ അതിരാവിലെ. ഈ വ്രതം അവസാന ദിവസം ഇദ്ദേഹം അവിടെ എത്തി. ശ്രീകൃഷ്ണൻ. പ്രായം എത്ര? 6-7 വയസ്സ്. ശ്രദ്ധിക്കണം.
ഉത്സാഹം പൂണ്ടു പേർ ചൊല്ലി വിളിച്ച അന്യോന്യമേ വരും കൈകോർത്തു കൃഷ്ണഗീതങ്ങൾ ഉറക്കെ പാടിയങ്ങിനെ. ഉത്സാഹം പൂണ്ട് പേർ ചൊല്ലി വിളിച്ച അന്യോന്യമേ വരും. ഈ കുട്ടികൾ അന്യോന്യം പേര് വിളിച്ച് കൈകോർത്തു കൃഷ്ണഗീതങ്ങൾ, കൃഷ്ണൻ്റെ ഭക്തിരസവർദ്ധന ഉള്ള കാര്യങ്ങളൊക്കെ സ്തുതികളെ കൊണ്ട് മുഖരിതമാക്കി ഉറക്കെ പാടിയങ്ങിനെ. കാളിന്തി നദിയിൽ ചെന്നു വേഗം പതിവ് പോലവേ കാർക്കുന്തളം അഴിച്ചൊന്ന്, തലമുടിയൊക്കെ കെട്ടിവെച്ചതൊക്കെ അഴിച്ചൊന്ന് ഒലുമ്പി. അതൊക്കെ ഞങ്ങൾ ഈ പുഴയുടെ അടുത്തുള്ളത് അമ്മടൊക്കെ ഒപ്പം പോവുക. അതൊക്കെ അന്നത്തെ ഒരു കാലം അങ്ങനെയാണ്. ചിലവരെന്ത് ചെയ്യും, അരയ്ക്ക വെള്ളത്തിൽ അങ്ങനെ കുമ്പിട്ട് നിൽക്കും, എന്നിട്ട് മുടി ഇങ്ങനെ അഴിക്കും, എന്നിട്ട് കൈ കൊണ്ട്, എന്നിട്ട് ഇങ്ങനെ അപ്പോൾ കാളിന്തി നദിയിൽ ചെന്നു വേഗം പതിവ് പോലവേ കാർക്കുന്തളം അഴിച്ചൊന്നു മുറുക്കി കെട്ടി മുഗ്ധകൾ. അവരെ കുളിച്ച് മുറുക്കെ കെട്ടി മുത്തുമാലകൾ മാർത്തട്ടിൽ മിന്നും ആ മതിരാക്ഷികൾ. കണ്ണ് ഭംഗിയുള്ള കണ്ണുകൾ, മതിരാക്ഷികൾ. പലേ മാതിരി ലോലാക്കും കാതിലാടിക്കളിക്കവേ, പലതരത്തിലുള്ള ലോലാക്കുകൾ കാതിലാടിക്കളിക്കവേ പട്ടുപൂഞ്ചേലകൾ കരയ്ക്കൊരിടം വെച്ചു ഭംഗിയിൽ. പട്ടുപൂഞ്ചേലകളൊക്കെ അഴിച്ച് പട്ടുപൂഞ്ചേലകൾ കരയ്ക്ക് ഒരിടം വെച്ചു ഭംഗിയിൽ ഇറങ്ങി എല്ലാവരും അങ്ങൊരുമിച്ചൊരു ലേശവും തണുപ്പും കാറ്റും ആ മഞ്ഞും ഓർപ്പീല അനുഗ്രഹീതകൾ. എന്തുകൊണ്ട്? ഭഗവാന്റെ അനുഗ്രഹമുള്ളവരവർ. അപ്പോൾ അവർക്ക് കാറ്റും മഞ്ഞും തണുപ്പൊന്നും തോന്നിയില്ല. അപ്പം എന്താ ഈ ഗുണപാഠം? ഈശ്വരൻ്റെ അനുഗ്രഹമുള്ള എനിക്ക് അങ്ങനെ പറയാം, ഈ സീനിയർ സിറ്റിസൺ നേരത്തെ എണീക്കണു, 5 മണിക്ക് എണീക്കണു, കസർത്ത് ചെയ്യണു, കുളിക്കണു, കാപ്പി കുടിക്കണു, പാല് വാങ്ങി കൊണ്ടുവരണു, ഭാഗവതം പ്രഭാഷണം മൂലം ചെയ്യണു. അത് കഴിഞ്ഞാൽ കുറച്ച് റായി കലക്കി കുടിക്കും. പിന്നെ ഒരു 10-10:30 ചായ മിസ്സീസ് ഉണ്ടാക്കണ വല്ല ചെറിയ പലഹാരം ഉണ്ടാവും. പിന്നെ വായന തന്നെ. ഉച്ചയ്ക്ക് ഓട് കഴിഞ്ഞാൽ കുറച്ച് കിടക്കുക, പിന്നെയും വായന. അത് ശ്രീകൃഷ്ണ കഥാമൃതം 47 മിനിറ്റായി. എങ്ങനെ ഇത് നടക്കണത്? ഭഗവാന്റെ അനുഗ്രഹം. ചീരാപ്പ് വരാതെ കണ്ട് ഭഗവാൻ നോക്കണം. അതായത് കോൾഡ് കഫൊന്നുമില്ല, പനിയൊന്നുമില്ല, സദാസേവ്യ സദാസേവ്യ, ഭഗവാനെ കാക്കണേന്ന് മാത്രം. അപ്പോൾ പട്ടുപൂഞ്ചേലകൾ കരയ്ക്കൊരിടം വെച്ചു ഭംഗിയിൽ ഇറങ്ങി എല്ലാവരും അങ്ങൊരുമിച്ചൊരു ലേശവും തണുപ്പും കാറ്റും ആ മഞ്ഞും ഓർപ്പീല അനുഗ്രഹീതകൾ. ആ വാക്ക് അനുഗ്രഹീതകൾ. കിഴക്കു വെള്ളി നക്ഷത്രം ഉദിച്ചങ്ങനെ ഭംഗിയിൽ, കിഴക്ക് വെള്ളി നക്ഷത്രം ഉദിച്ച അങ്ങനെ ഭംഗിയിൽ കാളിന്തി തന്നലകളിൽ പ്രതിബിംബശതങ്ങളാൽ. കാളിന്തി വെള്ളത്തിൽ ആ വെള്ളി നക്ഷത്രത്തിൻ്റെ പ്രതിബിംബം കാണുന്നുണ്ട്. അങ്ങിങ്ങ് വിരിയും തണ്ടലർ പൂക്കൾ വിരിക്കവേ. ഏതുപോലെ? കാളിന്തിയിൽ അവിടെയും ഇവിടെയും വിരിഞ്ഞു നിൽക്കുന്ന വെള്ളത്താമരകൾ. അത് വേറെ, മുകളിൽ വെള്ളി നക്ഷത്രം, ഇവിടെ വെള്ളത്താമരകൾ. വിണ്ണ് ആറ്റിൽ നീന്തും നക്ഷത്ര നിരയൊട്ടൊട്ടുമങ്ങവേ. അതായത് നക്ഷത്രങ്ങൾ ഈ ഓളങ്ങളുള്ളപ്പോൾ ഈ നക്ഷത്രങ്ങളുടെ പ്രതിബിംബം നീന്തുക എന്ന് തോന്നുന്നു. അത് കവിഭാഷയാണ് ഹരിദാസേ, പിടിക്കാൻ കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് മാത്രം. വിണ്ണ് ആറ്റിൽ നീന്തും നക്ഷത്രം, ആകാശത്ത് മിന്നിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ. നിരയൊട്ടൊട്ടും അങ്ങവേ പീലിക്കിരീടമും ചാർത്തി മഞ്ഞപ്പട്ടുടയാടയും ഞെറിഞ്ഞ് ഉടുത്തു മാത്തട്ടിൽ അണിവൈരപ്പതക്കവും മിന്നിത്തിളങ്ങും വിളങ്ങും ആറോമൽ പാൽ പുഞ്ചിരി പൊഴിച്ചുടൻ. മൂപ്പർക്ക് പിന്നെ പാൽ പുഞ്ചിരി മൂപ്പരുടെ മാസ്റ്റർ പീസാണ്. പീലിക്കിരീടവും ചാർത്തി മഞ്ഞപ്പട്ടുടയാടയും
ഞെറിഞ്ഞ് ഉടുത്തു മാർത്തട്ടിൽ അണിവൈരപ്പതക്കവും മിന്നിത്തിളങ്ങും മാറോമൽ പാൽ പുഞ്ചിരി പൊഴിച്ചുടൻ കുടക്കടുക്കനും മെല്ലെ കുലുക്കിക്കൊണ്ട് കോമളൻ. പ്രാസാണ് വാക്കുകൾ. കുടുക്കടുക്കനും മെല്ലെ കുലുക്കിക്കൊണ്ട് കോമളൻ കാർവണ്ണൻ ഇപ്പോൾ ഇവിടം വന്നണഞ്ഞീടിലോ സഖീ. ഇവർക്കൊരൊറ്റ വിചാരമുള്ളൂ, കാർവർണ്ണൻ, പീലിക്കിരീടം, മഞ്ഞപ്പട്ട്, മുത്തുമാല, വേറെ ഒരാളുടെയും ഫോട്ടോ അവരുടെ കയ്യിലില്ല. ഇതിപ്പോൾ ഹിന്ദി ഹീറോസ്, ഞാൻ 40 കൊല്ലം ബോംബെയിലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞത് മാത്രം. അല്ലെങ്കിൽ ഓരോരുത്തരുടെ മനസ്സിൽ ഓരോരുത്തരുടെ ഫോട്ടോ ഉണ്ടാവും. ഇവിടെ കൃഷ്ണൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ എല്ലാവരുടെ അടുത്തും. മനസ്സിലെ ബിംബം, പ്രതിബിംബം. കുടുക്കടുക്കനും മെല്ലെ കുലയ്ക്കൊണ്ട് കോമളൻ കാർവണ്ണൻ ഇപ്പോൾ ഇവിടം വന്നണഞ്ഞീടിലോ സഖി. ഓരോരുത്തരുടെ മനപ്പായസം കഴിക്കുകയാണ്. നേരം വിളിച്ചാകുമ്പോൾ മനപ്പായസം. അത്രയ്ക്കും ഭാഗ്യമുണ്ടോ? അല്ല, നമ്മൾ അത്ര ഭാഗ്യം ചെയ്തിട്ടുണ്ടോ? എന്താ സംശയം എന്ന് വേറെ ഒരാൾ പറയണോ വന്നാൽ ഇപ്പം എങ്ങനെ ഉണ്ടാവും? അല്ല, നമുക്കത്ര ഭാഗ്യമുണ്ടോ? പിന്നെന്താ? അത്രയ്ക്കും ഭാഗ്യമുണ്ടോ നമ്മൾക്ക് അന്യോന്യം ഈ വിധം കൃഷ്ണനെ പറ്റി ഓരോന്നേ ചൊല്ലി പുഞ്ചിരി തൂകിയും തുടിച്ചും. വെള്ളത്തിൽ കളിക്കണേനാണ് തുടിക്കുക എന്ന് പറയാം. അല്ലെങ്കിൽ തുടിക്കുക, കൈ കൊണ്ട് വെള്ളം ഊക്കുക. തുടിച്ചും പാടിയും കൊണ്ട് ആ ധന്യാത്മാക്കൾ വിളങ്ങവേ ഭക്തമാനസമെപ്പോഴും തൃക്കൺ പാർത്തേലസിപ്പവൻ. മൈ ഗോഡ്നസ്, ആരായി കൃഷ്ണൻ? ഭക്തമാനസം എപ്പോഴും, ഭക്തന്മാരുടെ മാനസം എപ്പോഴും തൃക്കൺ പാർത്തേലസിപ്പവൻ. താൻ അവലോകനം ചെയ്യണത് ആരേനെയാണ്? ഭക്തന്മാരുടെ മനസ്സിനെ. ലസിപ്പവൻ, അത് ആനന്ദമാണ് മൂപ്പർക്ക് ഭക്തന്മാരുടെ മനസ്സിൽ. യോഗേശ്വരേശ്വരൻ കൃഷ്ണൻ. ആരാ? യോഗേശ്വരൻ അല്ല, യോഗേശ്വരേശ്വരൻ കൃഷ്ണൻ. കൃതപുണ്യമനോഹരൻ. തന്നെക്കുറിച്ചു പാടിയിടും മധുഗീതങ്ങളൊക്കെയും. തന്നെപ്പറ്റി പാടിയിടുന്ന പാട്ടുകളൊക്കെ കേട്ടുമ്പോൾ തന്നെക്കുറിച്ചു പാടിയിടും മധുഗീതങ്ങളൊക്കെയും നുകരും കരുണാമൂർത്തി ഓർത്താൻ ഉൾപ്പൂവിലിങ്ങനെ. ഭഗവാന്റെ മനസ്സിൽ വിചാരിക്കുകയാണ്. ഭഗവാന്റെ മനസ്സിൽ ഭഗവാൻ എന്ത് വിചാരിക്കണമെന്നാണ് വേദവ്യാസരെ ഭാഗവത്തിൻ്റെ മാധ്യമത്തിൽ കൂടി നമ്മളോട് പറഞ്ഞത്. ഇത് കേൾക്കാണ്ട് പോയാൽ ആർക്കാ ദോഷം? ആർക്കാ നഷ്ടം? ഭഗവാന്റെ മനസ്സിലുള്ളത് മനസ്സിലാക്കാൻ നമ്മൾക്കൊരു സന്ദർഭം തന്നിട്ട് നമ്മളത് വേണ്ട മാതിരി ഉപയോഗിക്കണില്ലെങ്കിലത്തെ നുകരും കരുണാമൂർത്തി ഓർത്താൻ ഉൾപ്പൂവിലിങ്ങനെ വാക്കും മനസ്സും ഈ വണ്ണം എന്നിൽ താൻ ഏതു നേരവും. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഗോപസ്ത്രീകളിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കണം? വാക്കും മനസ്സും ഈ വണ്ണം എന്നിൽ താൻ ഏതു നേരവും അർപ്പിച്ചുകൊണ്ടേ ജീവിക്കും വ്രജപ്പെൺ തയ്യൽ മാർക്കിനി. കാർത്യായനി വ്രതത്തിൻ്റെ ഫലം കാട്ടേണം ഒന്നു ഞാൻ. അവർ ചെയ്തു വരുന്നതായ കാർത്യായനി പൂജയുടെ മഹത്വം, അതിൻ്റെ ഫലം എന്താണെന്ന് അവർക്ക് ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കണം. അവിടെ നിർത്താം നമുക്ക്. നിങ്ങൾക്ക് ഏവർക്കും മനോഹരൻ്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി ആ ദിവ്യപുരുഷൻ്റെ കാരുണ്യ പീയൂഷം, കരുണയാകുന്ന പീയൂഷം അനുഭവപ്പെടാൻ തക്ക വിധം ഭക്തി ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം.